ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഇന്നലെ സർക്കാർ അമ്മയെ ആദരിച്ചിരുന്നു. അതിൻ്റെ തൊട്ടുപുറകെ പി ജയരാജന്റെ മകൻ അമ്മയെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി ഈ നിലപാടിനെ കാണുന്നത്, CPM-ന്റെ ഇരട്ടത്താപ്പിനെ കാണുന്നത്? ഇലച്ചായത്തിൽ വീണാലും കുറുക്കൻ തന്നെയാണ്. അതിന് കൂവാണ്ടിരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ CPM-ന്റെ ആ ജന്മസ്വഭാവം അല്ലെങ്കിൽ വർഗ സ്വഭാവം, അത് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ മൂല്യങ്ങളെയും പ്രതീകങ്ങളെയും അപമാനിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് CPM-ന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം. അത് വോട്ടിന് വേണ്ടി ചില അഭിനയങ്ങൾ അവർ കാട്ടിക്കൂട്ടുന്നു. അത് വോട്ടിന് വേണ്ടി അല്ലായിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ആത്മാർത്ഥത CPM-ന് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ആയാൽ കൊള്ളാം എന്ന മോഹം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോകത്തുള്ള എല്ലാവരെയും മക്കളായി കാണുന്ന ഒരു അമ്മയുടെ സന്നിധിയിൽ ആ അമ്മയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ എങ്ങനെയാ കഴിയുക എന്നുള്ളത്, അതുകൊണ്ട് അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. കാരണം അമ്മയുടെ മുന്നിൽ ഒരിക്കലും മക്കൾക്ക് അഭിനയിക്കാൻ കഴിയില്ലല്ലോ. ആ അമ്മ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും കരവലയത്തിൽ ഒതുക്കുകയും അല്ലെങ്കിൽ മൂർധാവിൽ ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ അമ്മയോട് അങ്ങനെ ഒരു അനാദരവ് കാണിക്കാൻ അല്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ അഭിനയിക്കാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ ഒരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് അതിൽ ആത്മാർത്ഥത ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയത്. പക്ഷേ ഇപ്പൊ നമുക്ക് ചിത്രം കൃത്യമായി. കാരണം ഭക്തരോടൊപ്പവും വിഭക്തരോടൊപ്പവും അവരുണ്ട് എന്നുള്ളത്. ഭക്തരുടെ വോട്ട് തട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ചില നാടകങ്ങൾ മാത്രമായിരുന്നു മറ്റത് എന്നുള്ളത്. ഇവിടെ ഒരു വിഭാഗം ഇതേ പറഞ്ഞമാതിരി നായയുടെ ഒപ്പം കുരയ്ക്കുകയും മുയലിന്റെ ഒപ്പം ഓടുകയും ചെയ്യുക എന്ന് പറയുന്ന പോലെ രണ്ട് വിഭാഗത്തിന്റെ ഒപ്പം നിന്നിരുന്നൊരു ഞാണമക്കളിയാണ് CPM കാണിക്കുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കണം, വോട്ടിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുമ്പോഴും ഒരിക്കലും ന്യൂനപക്ഷത്തെ വിശ്വാസങ്ങളെയോ പ്രതീകങ്ങളെയോ അപമാനിക്കാൻ അവരുടെ ഒരാളുടെ മക്കൾക്കും ധൈര്യം വരില്ല. പക്ഷെ ഇവിടെ അത് കാണിക്കുന്നത് അത് കേവലം അദ്ദേഹത്തിന്റെ ജയരാജന്റെ മകന് തോന്നിയ ഒരു ഭ്രാന്തോ ആവില്ല. അത് വളരെ കരുതി കൂട്ടി തന്നെ പാർട്ടി തന്നെ ഇതേപോലെ ചിലരെ വേഷം കെട്ടിച്ചതാകാം. നിങ്ങൾ ഇത്തരത്തിൽ ഇടണം എന്നുള്ളത് പാർട്ടിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഇട്ടതാകാനേ വഴിയുള്ളൂ. കാരണം അവരെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതാണ് CPM-ന്റെ നയം എന്ന് വേണ്ടവർക്ക് രണ്ടും തോന്നാൻ. പണ്ട് നമ്മള് ഒരു കഥാപാത്രത്തെ കണ്ടില്ലേ, ഭിക്ഷയാചിക്കുമ്പോൾ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് ശബരിമല അയ്യപ്പനും ഒരു ഭാഗത്ത് കന്യാമറിയോ ആണ് എന്നുള്ളത്. ആ ഒരു മട്ടില് ഇവിടെ രണ്ടു കൂട്ടരോടൊപ്പം ഇനി അതല്ലെങ്കിൽ 10 or 20 കൊല്ലം കഴിഞ്ഞാൽ അവർക്കിതൊക്കെ ന്യായീകരിക്കണമെങ്കിൽ ഈ രണ്ടും എടുത്ത് ന്യായീകരിക്കാം. അതിൽ ഏതെങ്കിലും എടുത്ത് ന്യായീകരിക്കാം. ഭക്തരോടൊപ്പം നിൽക്കുന്ന സ്റ്റാൻഡാണെങ്കിൽ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ചിത്രം ഇടാം. അതല്ല സനാതന ധർമ്മത്തെ എതിർക്കേണ്ട സ്റ്റാൻഡാണ് അന്ന് പറയേണ്ടത് എങ്കിൽ തീർച്ചയായും ഈ ജയിൽരാജൻ എന്താ അദ്ദേഹത്തിന്റെ പോസ്റ്റും കാണിക്കാം. അപ്പോൾ ശരിക്കും ഒരു ഞാണുമക്കളിയാണ് CPM കാണിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.